എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാലൊരു വികാരമാണ്. എൻ്റെ ഭാര്യ ശില്പയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ പരിപാവന ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ്. തിരുനോട്ടം എന്ന സിനിമയുടെ പൂജ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. അനന്തപുരിയെ ഉത്സവലഹരിയിൽ ആറാടിക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം മലയാളികളുടെ അഭിമാന താരമായ മോഹൻലാൽ നിർവഹിച്ചു. തുടർന്ന് നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാക്കുകൾ അപ്രസക്തമാകുന്നൊരു വൈകാരിക മധ്യയാണ് ഞാൻ ഇനി ദേവി സന്നിധിയിൽ നിൽക്കുന്നത്. അകം നിറയെ അമ്മയാണ് സാക്ഷാൽ ദേവി. പിന്നെ ഈയിടെ മാത്രം എന്നെ വിട്ടുപോയ എൻ്റെ സ്വന്തം അമ്മയുടെ നിറവാർന്ന ഓർമ്മകളും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അമ്മ ശ്രീ ആറ്റുകാൽ ദേവിയുടെ കരതീർന്ന ഒരു ഭക്തയായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഹൃതമായി തന്നെ അമ്മ കണക്കാക്കുമായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാൽ ഒരു വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിന്റെ തിരുവോണം. എന്റെ ചില അന്യഭാഷ സിനിമാ സുഹൃത്തുക്കളോടൊക്കെ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു ദിവസം വന്നു ചേരുന്ന ഉത്സവമാണെന്ന് കേട്ട് അവർ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകൾ ഒരൊറ്റ ദിവസം ഒത്തുചേരുന്ന ഇടമെന്നതിന്റെ പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒന്നിലേറെ തവണ ഇടം നേടിയ കാര്യമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒപ്പം അഭിമാനത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, ഇതുപോലൊരു ക്ഷേത്രോത്സവം ലോകത്ത് എൻ്റെ നാട്ടിലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ നിർണായകമായ 2 സംഭവങ്ങൾ. 1978 സെപ്റ്റംബർ 3 അന്ന് ഞാൻ ആദ്യമായി അഭിനയിച്ച അഭിനയം എന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നില്ല, മുഖം കാണിച്ച തിരുനോട്ടം എന്ന സിനിമയുടെ പൂജ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. അതിനുശേഷം ആദ്യത്തെ ഷോട്ട് എടുത്ത് എൻ്റെ കുടവൻ മുകളിലെ വീടിന്റെ നേരെ മുമ്പിലുള്ള റോഡിലാണ്. അതെല്ലാം സാക്ഷിയായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളായ അശോക് കുമാർ, എസ് കുമാർ, സുരേഷ് കുമാർ എന്നിവരൊക്കെയാണ് ഞാൻ അവരെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം 1988 ഏപ്രിൽ 28 ഞാൻ എൻ്റെ ഭാര്യ ശില്പയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ പരിപാവന ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ്. ബാക്കി ചടങ്ങുകളൊക്കെ ട്രിവാൻഡ്രം പിന്നെ സുബ്രഹ്മണ്യ ഭവനിലാണ്. 36 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ദാമ്പത്യത്തിന്. എല്ലാം ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഉത്സവത്തോട് അനുബന്ധിച്ച് എന്നെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നാൽ പലവിധ കാരണങ്ങളാൽ ഉത്സവ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. ആ ദാസ എന്നുള്ള വിളി അമ്മയുടെ വിളിയായിട്ട് ഞാൻ കണക്കാക്കി